ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം നൽകിയിരിക്കും. ഇന്നത്തെ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നതിനും ഈ പ്രാർത്ഥനയിൽ ഏറ്റവും ഭക്തിയോടെയും വിശ്വാസത്തോടെയും പ്രാർത്ഥിക്കാൻ നമുക്ക് കർത്താവ് കൃപ നൽകട്ടെ. ശ്രദ്ധാപൂർവം ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് ഐശ്വര്യ സമൃദ്ധമായ ജീവിതമാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പ്രതിസന്ധികളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, സഹനങ്ങളുണ്ടാകാം. എന്നാൽ അവയെല്ലാം ഹ്രസ്വമായ കാലത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഓരോ സഹനവും ഐശ്വര്യ സമ്പൂർണമായ ജീവിതം നാം അനുഭവിക്കുന്നതിന് ദൈവം നമ്മെ അഭ്യസിപ്പിക്കുന്ന മാർഗങ്ങളാണ്. അതിനാൽ പ്രതിസന്ധികളിൽ കൂടി, സഹനങ്ങളിൽ കൂടി നിന്നെ ഉയർത്താൻ പോകുന്ന ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ഓരോ ദിവസവും കൂടുതൽ അധ്വാനശീലരായി മാറാൻ കർത്താവ് നിനക്ക് കൃപ തരട്ടെ. ഇന്ന് ആദ്യ കുർബാന നടത്തുന്ന ഒരു മകനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും കർത്താവിൻ്റെ പ്രത്യേക അഭിഷേകം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദിവസമാണ് ഇന്ന്. വിശ്വാസത്തോടെ അവിടുത്തെ തിരുവചനം ശ്രവിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ സ്വരത്തിന് ചെവി തരുവിൻ, ശ്രദ്ധാപൂർവം എൻ്റെ വാക്ക് കേൾക്കുവിൻ. വിതയ്ക്കാൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ? അവൻ എപ്പോഴും നിലമിളക്കി കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ? നിലം ഒരുക്കി കഴിയുമ്പോൾ അവൻ ചതകുപ്പ വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വരിയായി നടുകയും ബാർലി യഥാസ്ഥാനം വിതയ്ക്കുകയും ചെറുഗോതമ്പ് അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നില്ലേ? എന്തെന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു. അവൻ്റെ ദൈവം അവനെ അഭ്യസിപ്പിക്കുന്നു. ചതകുപ്പ മെതിക്കാൻ മെതിവണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിൻ്റെ പുറത്ത് വണ്ടിച്ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല. ചതകുപ്പയും ജീരകവും വടികൊണ്ട് തല്ലിക്കൊഴിക്കുന്നു. ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ചു കളയുമോ? ആരും തുടർച്ചയായി മെതിച്ചുകൊണ്ടിരിക്കുന്നില്ല. കുതിരയെ കെട്ടിയ വണ്ടി ഓടിച്ച് ചക്രം കൊണ്ട് അത് ചതച്ച് കളയുന്നില്ല. സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത്. അവിടുത്തെ ഉപദേശം വിസ്മയനീയവും ജ്ഞാനം മഹോന്നതവുമാണ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി ഈ പുതിയ പ്രഭാതത്തിലേക്ക്, ഈ പുതിയ ദിവസത്തിലേക്ക് ഞങ്ങളെ ഉണർത്തി ആയുസ്സും ആരോഗ്യവും നൽകിയ കർത്താവെ, അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ മഹത്വമർപ്പിക്കുന്നു. കർത്താവെ, മഹോന്നതനായ ദൈവമേ, അങ്ങയുടെ ജ്ഞാനത്തിനും ഉപദേശത്തിനും ഞങ്ങൾ അങ്ങയെ നമിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു. ഓരോ ദിവസവും ഓരോ രാത്രിയും കർത്താവെ, നീ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ പരിപാലിക്കുകയും ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തത്
എപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു. അതിനായി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, ഇന്നത്തെ ദിവസം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരവും മനസ്സും അന്തരാത്മാവും ഇന്ദ്രിയങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു, നിയോഗങ്ങളെ സമർപ്പിക്കുന്നു, ഇന്ന് നടക്കുന്ന ചടങ്ങുകളെ സമർപ്പിക്കുന്നു, ഇന്ന് ഉള്ള ഓപ്പറേഷനെ സമർപ്പിക്കുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നവരെ സമർപ്പിക്കുന്നു, ഇന്ന് ആശുപത്രിയിലേക്ക് പോകുന്നവരെ സമർപ്പിക്കുന്നു, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് സ്കാനിംഗ് ഉള്ളവരെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം പരീക്ഷ എഴുതുന്നവരെ സമർപ്പിക്കുന്നു, ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവരെ സമർപ്പിക്കുന്നു, ഇന്ന് നടക്കുന്ന എല്ലാ ആഘോഷങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സന്നിഹിതനായിരുന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ചടങ്ങുകളിൽ, ഞങ്ങളുടെ മാർഗങ്ങളിൽ, ഞങ്ങളുടെ തീരുമാനങ്ങളിൽ, ഞങ്ങളുടെ യാത്രകളിൽ അവിടുന്ന് കൂടെയിരുന്ന് ഐശ്വര്യം പുനഃസ്ഥാപിച്ച് സന്തോഷവും സമാധാനവും നിറച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളിപ്പോൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ നീതിയെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് തീർക്കേണ്ടതായ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു. സമാധാനപരമായ ഒരു ജീവിതം കാംക്ഷിക്കുന്ന ഞങ്ങളുടെ മേൽ നീ കനിവ് തോന്നണമേ. ഇപ്പോഴുള്ള സഹനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുഴപ്പങ്ങളും കുറവുകളും പരാജയങ്ങളും എൻ്റെ കർത്താവേ, നീതിപൂർവകമായ സമാധാനവും സന്തോഷപ്രദവുമായ ഒരു ജീവിതം, ഐശ്വര്യസമ്പൂർണമായ ജീവിതം നീ ഞങ്ങൾക്ക് നൽകുന്നതിനു വേണ്ടി ഞങ്ങളെ അഭ്യസിപ്പിക്കുകയാണ്. നിന്റെ മാർഗം ഞങ്ങളെ അഭ്യസിപ്പിക്കുവാനാണ് ഈ സഹനങ്ങൾ ഞങ്ങളുടെ മേൽ വരുത്തിയത് എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, അങ്ങ് ഞങ്ങളെ അഭ്യസിപ്പിക്കുന്ന ഓരോ വഴിയും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും നിന്റെ സ്വരം ശ്രവിച്ച് നിന്റെ മാർഗത്തിലൂടെ മാത്രം ചരിക്കുന്നതിനും നീ അനാദികാലം മുതലേ ഞങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളെ നേടിയെടുത്ത് അനുഭവിക്കുന്നതിനും കർത്താവേ, ഈ സഹനങ്ങളിൽ കൂടി ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഈ സഹനങ്ങൾ ഞങ്ങളെ വിട്ടുപോകും. എന്നാൽ അങ്ങയുമായുള്ള ഞങ്ങളുടെ ബന്ധം ആഴത്തിൽ സ്ഥാപിതമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏത് പ്രശ്നങ്ങളിലും സഹനങ്ങളിലും തിന്മയിലും നന്മയിലും പരാജയത്തിലും സന്തോഷത്തിലും വിജയത്തിലും എൻ്റെ ദൈവമേ, അങ്ങയുമായുള്ള ആത്മബന്ധം ഞങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കണമേ. ദൈവവുമായുള്ള ഞങ്ങളുടെ ബന്ധം ആഴപ്പെടുത്താൻ ഞങ്ങളെ നീ സഹായിക്കണമേ. നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ വചനം കേട്ട് നിന്റെ സ്വരം ശ്രവിച്ച് നിന്റെ മാർഗം തിരഞ്ഞെടുത്ത് ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ശ്രദ്ധാലുവാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ കർത്താവേ, നിന്റെ മാർഗം തിരിച്ചറിഞ്ഞ് നീ ഞങ്ങളെ നടത്തുന്ന വഴി മനസ്സിലാക്കി നീ ഞങ്ങൾക്ക് വേണ്ടി അനാദികാലം മുതലേ വെച്ചിരിക്കുന്ന നന്മയുടെ ജീവിതം, അനുഗ്രഹ സമ്പൂർണമായ ജീവിതം, ഐശ്വര്യ തികവുള്ള ജീവിതം അനുഭവിക്കുന്നതിന് ഓരോ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നതിനും ഞങ്ങളുടെ അധ്വാനത്തെ നീ അനുഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ തീരുമാനങ്ങളെ നീ ശരിവെക്കുന്നതിനും കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ഇന്ന് നീ സാധിച്ചു കൊടുത്ത് അവരെ നീ ആശീർവദിക്കണമേ, അവരെ നീ സുഖപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ. കർത്താവേ, ജോലി നഷ്ടപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗം നിലച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരം ഇപ്പോൾ തന്നെ ഈ മക്കളെ സ്പർശിച്ച് അവരെ നീ ആശീർവദിച്ച് അനുഗ്രഹിച്ച് സുഖപ്പെടുത്തണമേ. അവർക്ക് ആവശ്യമായ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഇന്ന് നീ നൽകി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷത്തിന് ദിവസമാക്കി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഇന്നൊരു പുതിയ അഭിഷേകം പ്രാപിച്ച്
ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഇന്ന് പുതിയൊരു അനുഭവം നൽകി, അഭിഷേകം നൽകി, ദൈവാനുഗ്രഹങ്ങൾ നൽകി, ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഓരോ നിമിഷവും വഴി നടത്തുന്ന കർത്താവെ, ഞങ്ങളുടെ പാതകളിൽ ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും നിന്റെ കൃപ ഞങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ നിന്റെ കരം പിടിച്ച് ഇന്ന് ഞങ്ങൾ മുന്നോട്ട് നയിക്കപ്പെടുന്നതിന് കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ എല്ലാം സാധിച്ചു തന്ന് കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് മുന്നോട്ട് നയിക്കപ്പെടുന്നതിനുള്ള സകല ദൈവ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും നൽകി, പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ അനുഗ്രഹം കർത്താവ് 100 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കും. ഒപ്പം ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.